നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ സപ്പോർട്ട് കിട്ടേണ്ട ഒരു ഫേസ് തന്നെയാണ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ആവശ്യത്തിന് വേണ്ട ന്യൂട്രിയൻസ് ആവശ്യാനുസരണം ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പലർക്കും ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ 2 പേരുണ്ട്, സോ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷുഗർ കൂടുക, അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ബ്ലഡ് പ്രഷർ കൂടുക, അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ, പ്രഷർ, അതൊക്കെ ബാലൻസ് ബുദ്ധിമുട്ടാവാറുണ്ട്. അതിന് ഉപരി നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് മാത്രം കൂടുതലായി കഴിക്കുക, വെജിറ്റബിൾസ് അല്ലെങ്കിൽ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ മാക്സിമം നമുക്ക് പ്രഗ്നൻസിനെ ഹാം ചെയ്യാതെ നമുക്ക് വേണ്ട ഒരു ബെറ്റർ ഹെൽത്തും അതേപോലെ തന്നെ ബേബീൻ്റെ പ്രോപ്പർ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ നമുക്ക് ഏറ്റവും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അല്ലാതെ ഓവർ ഈറ്റിംഗ് അല്ല, ബാലൻസ്ഡ് ആയിട്ട് എല്ലാ ന്യൂട്രിയൻസും കണ്ടെയ്നിങ് ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് പ്രഗ്നൻസിയിൽ കൊടുക്കണമെന്നേ ഉള്ളൂ. ഒരിക്കലും 2 പേരുടെ ഭക്ഷണം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഒരിക്കലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല.